സംസ്ഥാന നേതാക്കളും അനുശോചിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക ഉത്തേജനത്തിന് ശക്തി പകർന്ന പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തന്റെ അനുശോചനം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ നേരിട്ട് വിളിച്ചറിയിച്ചതായും ഗവർണർ പറഞ്ഞു. Very sad, and I have already given my condolences to the family, and it's a big loss for India. There is no doubt. He is the man who can be credited for the liberalization of our economy and starting a new phase in our economic development. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയെ നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ അഭാവം ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണെന്നും മുഖ്യമന്ത്രി അനുശോചിച്ചു. ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ ഭരണകാലം ഇന്ത്യക്ക് സുവർണ കാലഘട്ടമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല അനുസ്മരിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഞങ്ങൾ വീടിന്റെ മുമ്പിലാണ്. വീടിനകത്ത് ചെന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വാസ്തവത്തിൽ 2 പതിറ്റാണ്ട് കാലത്തെ ബന്ധമാണ് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ളത്. ഇന്ത്യയെ സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ച ശക്തനായ ഭരണാധികാരിയായിരുന്നു. നിഷ്കളങ്കനായ വ്യക്തിയായിരുന്നു. അഴിമതിയുടെ കറപുരളാത്ത കറതീർന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ മൻമോഹൻ സിംഗിന്റേത്. രാജ്യത്തിന്റെ അഭിമാനമായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മൻമോഹൻ സിംഗിന്റെ വിയോഗം അന്തർദേശീയ തലത്തിൽ തന്നെ ഒരു വിദഗ്ധന്റെ വിടവാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു.